കൊല്ലം ആനൂർക്കാവിൽ കാറിടിച്ച് റോഡിൽ വീണ യുവതിയുടെ മേൽ അതേ വാഹനം ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജ്മൽ പിടിയിൽ. അജ്മൽ വാഹനം ഓടിച്ചത് മദ്യലഹരിയിലെന്ന് വൈദ്യപരിശോധനാ ഫലം പുറത്ത്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അജ്മൽ നിരവധി കേസുകളിൽ പ്രതിയെന്നും പോലീസ് അറിയിച്ചു. അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. അപകടമുണ്ടായ ഉടൻ കാർ നിർത്തിയിരുന്നെങ്കിൽ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. ഇത്ത ഞങ്ങളുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നായിരുന്നു. സാധനമൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങി അപ്പോൾ അനിയത്തി കൊച്ച് സ്കൂട്ടറിൽ വന്നു. അപ്പോൾ ആ കൊച്ചിന്റെ പുറയിലോട്ട് കയറി ജസ്റ്റ് ക്രോസ് ചെയ്യുമായിരുന്നു. ക്രോസ് ചെയ്യാൻ അവര് കറക്റ്റായിട്ടാണ് ക്രോസ് ചെയ്ത്. ആ വണ്ടി റോങ് സൈഡിൽ വരുമായിരുന്നു. വന്ന് അവരെ ഇടിച്ചിട്ടപ്പോൾ ഇത്ത ജസ്റ്റ് അടിയിലോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് കൂവി വിളിച്ച് പറഞ്ഞു വണ്ടി എടുക്കല്ലേ എന്ന്. അയാൾ വണ്ടി ആ പുറത്തുകൂടെ എടുത്തതിന്റെ പേര് മാത്രമാണ് ആ യുക്ത മരണപ്പെട്ടത്. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് വലിച്ചെടുത്ത് ആ യുക്തയെ രക്ഷിക്കാമായിരുന്നു. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് അപകടത്തിൽ പരിക്കേറ്റ ഫൗസിയ പറഞ്ഞു. ഞാനൊരു സൈഡിലേക്ക് ചേട്ടത്തിയെ കാറിന്റെ ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെ ആ കാർ കയറി ഇറങ്ങി പോയത്. ബാലൻസ് ഇല്ലാതെ വണ്ടി നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താ വന്നത്. ബാലൻസ് ഇല്ലാത്ത രീതിയിൽ. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ രാജ്, ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ജീവനെടുക്കുന്ന രൂപത്തിലേക്ക് ഈ അപകടം പോകില്ലായിരുന്നു. ഡ്രൈവർ അജ്മൽ ആ വാഹനം ഈ അപകടത്തിന് ശേഷം ആ സ്ത്രീയുടെ മുകളിലൂടെ ഓടിച്ചു കയറ്റിയില്ലായിരുന്നുവെങ്കിൽ എന്നാണോ? എന്താണ് അജ്മലിന്റെ പശ്ചാത്തലം? പോലീസ് പറയുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വേണു, തീർച്ചയായും എന്തായാലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ നടുക്കുന്ന ഒരു ദൃശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ദൃശ്യമാണ് ആ കാണുന്നതിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗം. കാരണം സ്വാഭാവികമാണ്, വാഹനം ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ അപകടത്തിന് ശേഷം പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട്, ചില മാന്യതകളുണ്ട്. അത്തരം മര്യാദകൾ ഒന്നും തന്നെ ഈ വാഹനം ഓടിച്ച അജ്മലോ ആ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയോ പാലിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആദ്യഘട്ടത്തിൽ അപകടം ഉണ്ടാകുന്നു, ഈ സ്ത്രീ വാഹനത്തിനിടയിൽ പെടുന്നു. തുടർന്ന് അവിടെ നാട്ടുകാർ ഓടിക്കൂടി വാഹനം തുടർന്ന് മുന്നോട്ടെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇത് യാതൊരു കാരണവശാലും കേൾക്കാൻ കൂട്ടാക്കാതെയാണ് അജ്മൽ വാഹനവുമായി മുന്നോട്ട് പായുന്നത്. അപ്പോഴാണ് ഈ സ്ത്രീയുടെ ശരീരത്തിലൂടെ ഈ വാഹനം കയറിയിറങ്ങുന്നത്. 2 തവണ കയറിയിറങ്ങുന്നതായി ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ്. ഇതാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ അജ്മലും ഈ ശ്രീകുട്ടിയും ഡോക്ടർ ശ്രീകുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻ അത് കഴിഞ്ഞ 2 മാസത്തിലധികമായി തുടർന്നതാണ്. ചില സാമ്പത്തിക ഇടപാടുകൾ, ചില സ്വർണ്ണാഭരണങ്ങൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട ഇടപാടുകളടക്കം ഇവർ തമ്മിലുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ശ്രീകുട്ടി ഇതിനു മുമ്പ് ഒരു 2 ദിവസം മുമ്പ് അജ്മലിനെ മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. തന്റെ സുഹൃത്താണ് അജ്മൽ എന്ന ആശുപത്രി ജീവനക്കാരോട് ശ്രീകുട്ടി പറഞ്ഞതായും ആശുപത്രിയിൽ നിന്നുള്ള വിവരവും ഇപ്പോൾ പോലീസിന്റെ പക്കലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സൗഹൃദമാണ് പിന്നീട് ഇത്തരം യാത്രകൾക്കൊക്കെ കാരണമായത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് അജ്മലിന്റെ പശ്ചാത്തലമാണ്. അജ്മൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ചീറ്റിംഗ് കേസുകളിലും അതുപോലെ തന്നെ ചന്ദനത്തടി കേസുകളിലടക്കം പ്രതിയാണ്. അജ്മലിന് ഒരു ക്രിമിനൽ പശ്ചാത്തലം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ജെനുവിൻ ക്രിമിനലാണ് അജ്മൽ എന്നുള്ളതാണ് നിലവിൽ ആ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ അജ്മലിന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടി ഇക്കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് ഒരു ശ്രീകുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴി. തനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലായിരുന്നു. അജ്മലിനെ കണ്ടുള്ള പരിചയമാണ്. ആശുപത്രിയിൽ ഒരു കേസുമായി എത്തുമ്പോൾ ഒരു ആശുപത്രിയിൽ അവിടെ എത്തുന്ന സമയത്ത് പരിചയപ്പെടുന്നതാണ്. ആ പരിചയപ്പെടലാണ് പിന്നീട് ഇത്ര നീണ്ട ഒരു സൗഹൃദത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കുന്നതും ഒടുവിൽ ഒരു സ്ത്രീയുടെ ദാരുണാന്ത്യത്തിലേക്കടക്കം വഴിതിരിച്ച് വിടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന് തൊട്ടു പിന്നാലെ പോലീസും നാട്ടുകാരും നടത്തിയ ശ്രമകരമായ ഇടപെടൽ, അതിനൊടുവിലാണ് ഇപ്പോൾ അജ്മൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇരുവരും മദ്യപിച്ചിരുന്നു എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നു. ഈ കാറിൽ വെച്ച് മദ്യപിച്ചു. ഇതിനുശേഷം ഈ രക്ഷപ്പെടുന്നതിന് വേണ്ടി താൻ ശ്രമിച്ചത് തനിക്ക് ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ്, നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് കൃത്യമായി അറിയാമായിരുന്നു, അതുകൊണ്ടാണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന മൊഴിയാണ് അജ്മൽ ഇപ്പോൾ പോലീസിനോട് നൽകിയിരിക്കുന്നത്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.